ത്രിയേക ദൈവനാമത്തിന് സ്തുതി. സുറിയാനി സഭ അതിൻ്റെ ആരാധനയിൽ പരിപൂർണമായിട്ട് കേന്ദ്രീകരിച്ചതാണ് എന്നാണ് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. 7 കൂദാശകളിലും അതിപ്രധാനമായ പരിശുദ്ധമായ കൂദാശയാണ് വിശുദ്ധ കുർബാന. സുറിയാനി സഭയുടെ എല്ലാ കൂദാശകളും വേദപുസ്തകത്തിന് അധിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട വേദപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കൊണ്ടാണ് കൂദാശകളിലെ ശുശ്രൂഷകൾ സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. തിരക്ക് പിടിച്ച നമ്മുടെ ജോലികളിൽ സഭയുടെ കൂദാശകളിൽ പരിപൂർണമായി പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സഭാമക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറയും വരുന്ന തലമുറകളും സഭയുടെ കൂദാശകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവയെ പഠിപ്പിച്ച് അതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിപ്പിക്കുവാൻ തക്കവണ്ണം സഭാപിതാക്കന്മാർ, സഭയിൽ ദൈവവേല ചെയ്യുന്നവരും പല നല്ല കാര്യങ്ങളും പലപ്പോഴായി ചെയ്തു വരുന്നു. വിശുദ്ധ കുർബാന ആരംഭം മുതൽ അവസാനം വരെ പങ്കെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ സൗന്ദര്യത്തെ പരിപൂർണതയോടുകൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതിൽ പങ്കുകൊള്ളുക മാത്രമല്ല, മറിച്ച് അത് സ്വീകരിക്കുകകൂടി ചെയ്യുമ്പോഴാണ് ആ കുർബാനയുടെ പൂർണ്ണ രൂപത്തിൽ നമുക്കതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളും ഗീതങ്ങളുമൊക്കെയും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് സഭയെ എതിർക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ യുവതലമുറയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ ഈ സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സഭയുടെ വിശുദ്ധ കുർബാന അതിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് സഭാമക്കളെ പഠിപ്പിക്കാനുള്ള ഒരു ഉദ്യമനമായിട്ട് ഇതിനെ കരുതുക. വിശുദ്ധ കുർബാനയെ പരിപൂർണമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവിടെ നടക്കുന്നത് എന്താണെന്നത് പരിപൂർണമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഭയത്തോടുകൂടിയും വിറയലോടുകൂടിയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും അതിനെ ആസ്വദിക്കുവാനും അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ ബെസ്കുദിശ എന്ന് പറയുന്നതായ ഈ കാസറ്റ് സഭയുടെ ആരാധനയുടെ സൗന്ദര്യത്തെ അതിൻ്റെ പരിപൂർണമായി ഉൾക്കൊണ്ട് ആസ്വദിക്കുവാൻ നമ്മളെ സഹായിക്കും. ഇത് വരുന്ന തലമുറയ്ക്ക് ഒരു വലിയ സംഭാവനയായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല. ബെസ്കുദിശ എന്ന് പറയുന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ശുദ്ധ സ്ഥലം എന്നാണ്. ഈ ശുദ്ധ സ്ഥലത്തേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ അതിന് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ.
ആ ശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള മാർഗമായിട്ടാണ് സഭാപിതാക്കന്മാര് വിശുദ്ധ കുർബാനയെ കൂദാശയായി നമുക്ക് തന്നിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ ക്രിസ്തു വളരെ വ്യക്തമായിട്ട് താൻ ആരാണെന്നും തന്നിലൂടെ വിശ്വാസികൾക്ക് എന്ത് ലഭിക്കുമെന്നും പറയുന്നു. അതിപ്രകാരമാണ്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തു നിന്നും ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തു നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഈ തിരുശരീരവും ഈ തിരുരക്തവും ഭക്ഷിക്കുന്ന സ്വീകരിക്കുന്ന ഏതൊരു വിശ്വാസിയും ബസ്കുദിശായിൽ എത്തിപ്പെടുവാൻ അവസരങ്ങൾ കർത്താവ് ഒരുക്കുന്നു. സെന്റ് മേരീസ് ജാക്കോബൈറ്റ് മൂവ്മെന്റിന്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്നതായ ബസ്കുദിശ എന്ന് പറയുന്ന ഈ കാസറ്റ് എല്ലാ വിശ്വാസികളും കണ്ടിരിക്കേണ്ടതും കേട്ടിരിക്കേണ്ടതുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാന എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ കാസറ്റ് അവരെ കാണിക്കുകയും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. പ്രിയ സഹോദരൻ മാത്യു ഗീവർഗീസ് ദൈവത്തിൻ്റെ ദാനമായി കിട്ടിയ വചന ശുശ്രൂഷയുടെ വരത്താൽ സുറിയാനി പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സഭാപിതാക്കന്മാരെ പഠിപ്പിച്ച വഴിയിലൂടെ നടന്ന് ബസ്കുദിശ എന്ന വാക്കിലൂടെ വിശുദ്ധ കുർബാനയെ, അതിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ അളവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും അവരിലും അവരുടെ കുടുംബത്തിലും എപ്പോഴും ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ കാസറ്റ് വിശ്വാസികളായ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. ആനന്ദമുണ്ടെനിക്കാനന്ദ